തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ സ്ഥിരതയും വളർച്ച ഒരുമിച്ച് നൽകുന്നൊരു മാസമാണ് ഫെബ്രുവരി ഉണ്ടാവുക. കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിലുണ്ടായിരുന്ന ഒരു അസ്ഥിരത, ആശങ്ക, കുഴപ്പങ്ങൾ പതുക്കെ മാറിത്തുടങ്ങും. നിങ്ങളുടെ ക്ഷമയും ദൂരദൃഷ്ടി ഈ മാസം ഏറ്റവും വലിയ ശക്തിയാകും. കരിയർ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജോബ് സേഫ് സോൺ തന്നെയാണ്. പെട്ടെന്ന് മാറ്റങ്ങളോ നഷ്ടങ്ങളോ ഒന്നും എന്തായാലും കാണുന്നില്ല. എന്നാൽ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ കൂടും. അതായത് ജോലി ഭാരം എന്തായാലും വർദ്ധിക്കും. സർക്കാർ ജോലി, ബാങ്കിങ്, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ മേഖലകളിൽ ഉള്ളവർക്ക് മാന്യതയും അംഗീകാരവും ലഭിക്കും. ഫെബ്രുവരി രണ്ടാം പകുതി പ്രമോഷൻ, റോൾ ചേഞ്ച് സംബന്ധിച്ച് സൂചനകൾ എന്തായാലും കാണുന്നത്. ജോബ് ചേഞ്ച് ആലോചിക്കുന്നവർക്ക് മാർച്ച് വരെ കാത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, മേലുദ്യോഗസ്ഥരോട് ഈഗോ ക്ലാഷ് ഒഴിവാക്കുക. പണം എന്തായാലും സ്ഥിരമായി വരും, പക്ഷെ സേവിങ്സ് അത്ര എളുപ്പമാകില്ല. പഴയ കടങ്ങൾ തീർക്കാൻ നല്ല സമയമാണ്. ഭൂമി, വീട്, വാഹന സംബന്ധമായ വളർച്ചകൾ എന്തായാലും തുടങ്ങാം. ചർച്ചകളെല്ലാം തുടങ്ങാം. ഫൈനലൈസ് ചെയ്യാൻ മാർച്ചാണ് ഏറ്റവും നല്ലത്. ഫെബ്രുവരിയിൽ ഒന്നും ഫൈനലൈസ് ചെയ്യേണ്ട. ഫെബ്രുവരി അവസാനം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. മെഡിക്കൽ, ഫാമിലി റിലേറ്റഡൊക്കെയാണ് കാണുന്നത്. ഫെബ്രുവരി 10 ശേഷം വലിയ കടം കൊടുക്കലൊക്കെ എന്തായാലും അവോയ്ഡ് ചെയ്യുക. കടം കിട്ടാനുണ്ടെങ്കിൽ അത് പക്കയായിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യുക. പ്രണയത്തിലാണെങ്കിലോ റിലേഷൻഷിപ്പിലാണെങ്കിലോ ഉള്ളവർക്ക് ഇമോഷണൽ ബോണ്ടിങ് എന്തായാലും വർദ്ധിക്കും. ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ എന്തായാലും ആക്കണം. സിംഗിൾ ആയിരിക്കുന്നവർക്ക് പാസ്റ്റ് കണക്ഷൻ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത. വിവാഹം ആലോചിക്കുന്നവർക്ക് ഫാമിലി സപ്പോർട്ട് ഈ മാസം എന്തായാലും നല്ല രീതിയിൽ ശക്തമാണ്. ഈഗോ ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ എപ്പോഴും കൊണ്ടുവരരുത്. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വെയിറ്റ് കിട്ടുന്ന ഒരു മാസമാണ് ഫെബ്രുവരി. അച്ഛൻ, മുത്തശ്ശൻ പോലുള്ള സീനിയർ മെയിൽ ഫിഗറിൻ്റെ ആരോഗ്യത്തിൽ എന്തായാലും ശ്രദ്ധ വേണം. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ നിങ്ങളുടെ മേൽ വരും. ഇന്നർ പീസ്, മനസ്സിനൊരു സമാധാനം ഗ്രാജ്വലി ഫെബ്രുവരി 15 ശേഷം കുറച്ചുണ്ടാവും. സ്പിരിച്വൽ തോട്ട്, മെഡിറ്റേഷൻ, ടെമ്പിൾ വിസിറ്റ് എന്നിവയ്ക്കൊക്കെ മനസ്സ് പോകും. അതായത് അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു തോന്നൽ, കുറച്ച് ഭക്തി കൂടാൻ സാധ്യത നന്നായിട്ട് കാണുന്നത്. ഓവർ തിങ്കിങ് ആണ് പ്രധാന ശത്രു നിങ്ങളുടെ. രാവിലത്തെ 10-15 മിനിറ്റ് സൈലൻസ് എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. പൊതുവേ ഹെൽത്ത് എല്ലാം ഓക്കെയാണ്. ത്രോട്ട്, തൈറോയിഡ്, ഷുഗർ ലെവൽ ഉള്ളവർക്കൊക്കെ ചെക്കപ്പ് എന്തായാലും മുടക്കരുത്. സ്ലീപ്പ് സൈക്കിൾ എന്തായാലും ശരിയാക്കണം. നിങ്ങളുടെ ഭാഗ്യദിനം ഫെബ്രുവരിയിൽ 5, 9, 14, 18, 23. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ദിവസം ഫെബ്രുവരി 11, 21